നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ പ്രകാശ്, ആദിത്യ ഹോമിയോ ഡിസ്പെൻസറിയിലെ ചീഫ് കൺസൾട്ടൻ്റ് ആണ്. ഒരു മെഡിക്കൽ ടേമിനെ തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ട് ഒരു പേഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ സ്ട്രെസ്സാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. 21 വയസ്സുള്ളൊരു പെൺകുട്ടി മെൻസസ് ഇറഗുലാരിറ്റിയുമായി എൻ്റെ അടുത്ത് മരുന്നിന് വന്നിരുന്നു. ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അൾട്രാസ്കാനും ബ്ലഡ് ടെസ്റ്റും ഞാൻ എഴുതി കൊടുത്തു. എന്നാൽ 3 ദിവസത്തിന് ശേഷം അൾട്രാസൗണ്ടിൻ്റെ റിസൾട്ടും കൊണ്ടുവന്ന ആ കുട്ടിയുടെ മുഖം ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. അവൾ എൻ്റെ ക്ലിനിക്കിലോട്ട് കയറിയപ്പോഴേ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ ഓവറിൽ നിറച്ച് സിസ്റ്റുകളാണ്, ഡോക്ടറൊന്ന് നോക്കിക്കേ, ഇത് എപ്പോഴെങ്കിലും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ? ഞാൻ നോക്കിയപ്പോൾ ആ സ്കാൻ റിപ്പോർട്ടിൽ ഒരു പോളിസിസ്റ്റിക് ഓവറി എന്ന് എഴുതിയിരുന്നു. ഈ പോളിസിസ്റ്റിക് ഓവറി എന്നുള്ളത് അവൾ മനസ്സിലാക്കിയത് ഓവറിയിൽ ധാരാളം സിസ്റ്റുകൾ ഉണ്ടെന്നും ആ സിസ്റ്റുകൾ അവൾ ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്നുമായിരുന്നു. അതുകൊണ്ടാണ് എന്താണ് പോളിസിസ്റ്റിക് ഓവറി എന്നും എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നതെന്നും അതിന് നമുക്ക് എങ്ങനെയൊക്കെ പരിഹാരം കാണാമെന്നും അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. എന്താണ് PCOD? നിങ്ങൾക്കറിയുമോ, നമ്മൾ ഒരു 12-13 വയസ്സാവുമ്പോൾ നമ്മുടെ അണ്ഡാശയത്തിൽ നിന്ന് എല്ലാ മാസവും ഓരോ അണ്ഡം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഒരു മാസം വലതുവശത്ത് നിന്നാണെങ്കിൽ ഒരു മാസം ഇടതുവശത്ത് നിന്നായിരിക്കും. എന്നാൽ ഈ അണ്ഡോൽപാദനം നടക്കുമ്പോൾ 5-6 ഫോളിക്കിളുകൾ വളർച്ച തുടങ്ങുകയും അതിൽ ഒരെണ്ണം മാത്രം പക്വത എത്തുകയും അതിൽ നിന്ന് അണ്ഡം വിസർജിക്കുകയും ചെയ്യും. അതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത മാസമുറയുടെ 14 ദിവസം മുന്നെയാണ് ഈ ഓവുലേഷൻ നടക്കേണ്ടത്. ഈ ഓവുലേഷനുമായി ചേർന്നുണ്ടാവുന്ന ചില ഹോർമോണൽ ചേഞ്ചസ് ആണ് നമ്മുടെ മെൻസസ് വരുത്തുന്നത്. എന്നാൽ ഈ പോളിസിസ്റ്റിക് ഓവറിയിൽ നടക്കുന്നത് എന്താണെന്നറിയുമോ? ധാരാളം ഫോളിക്കിളുകൾ വളരാൻ തുടങ്ങും. പക്ഷേ അതിൽ ഒരെണ്ണം പോലും പൂർണ്ണ വളർച്ച എത്തുകയില്ല. പൂർണ്ണ വളർച്ച എത്തി അണ്ഡവിസർജനം നടന്നാൽ മാത്രമേ ഈ ഫോളിക്കിളുകൾ നശിപ്പിക്കപ്പെടുകയുള്ളൂ. ഇവിടെ ധാരാളം ഫോളിക്കിളുകൾ വളരുകയും പൂർണ്ണ വളർച്ച എത്താതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഇവ ഒരു പേൾ നെക്ലസ് പോലെ ഓവറിക്കുള്ളിൽ നിരനിരയായി കാണപ്പെടുന്നു. ഇതിനെയാണ് ഈ പൂർണ്ണ വളർച്ച എത്താതെ നശിപ്പിക്കപ്പെടാതെ പോകുന്ന ഫോളിക്കിളുകളെയാണ് പോളിസിസ്റ്റിക് ഓവറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഓവറിക്കുള്ളിൽ വരുന്ന സിസ്റ്റ് അല്ല. ഓവറിക്കുള്ളിലുള്ള സിസ്റ്റിനെ സിസ്റ്റിൻ ഓവറി എന്നാണ് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. 10-30 വർഷങ്ങൾക്ക് മുന്നേ വരെ അപൂർവമായി കണ്ടിരുന്ന PCOD ഇന്നത്തെ കുട്ടികളിൽ ഒരു 30-40% കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഒന്നാമതായി കുട്ടികളുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. പഴയ തലമുറയിൽ സ്കൂൾ ബസ്സുകളുടെ അഭാവം. ഇപ്പം നമ്മൾ നടന്നായിരിക്കും 1.5-2 കിലോമീറ്റർ പോകുന്നത്. പിന്നെ സ്കൂളിൽ പോയാലും കൂട്ടുകാരുടെ കൂടെ നമ്മൾ ഓപ്പൺ ഗ്രൗണ്ടിലുള്ള കളിയാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. തൊങ്ങിക്കളി, സാറ്റ്, കള്ളനും പോലീസും, 4 കളം 8 കളം. ഇന്നത്തെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നതും സ്കൂൾ ബസ്സിലാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലോ ബേക്കറി പലഹാരങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രിയം. പിന്നെ അവരുടെ കൂട്ടുകാരോ TV, ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ. മാക്സിമം അവർ കളിക്കുന്ന കളി സ്നേക്ക് ആൻഡ് ലാഡറും ലൂഡോയും അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്കുമാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ വീട്ടിന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. അതിനുള്ള പ്രധാന കാരണം സ്ഥലപരിമിതി ആവാം, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അവരുടെ സുരക്ഷിതയിലുള്ള അതിയായ ടെൻഷൻ ആയിരിക്കാം. എന്നാൽ രണ്ടും അവരുടെ ശരീരത്തെ ബാധിക്കുന്നത് എങ്ങനെയാണ്? പൊണ്ണത്തടി വെച്ചുകൊണ്ടാണ്. PCODയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 പാരമ്പര്യ ഘടകമാണ്. 2 അമിതമായ വണ്ണം. 3 വ്യായാമമില്ലായ്മ. 4 ബേക്കറി പലഹാരങ്ങളുടെ അമിതമായ ഉപയോഗം. 5 ഉറക്കക്കുറവ്. 6 ഹോർമോണൽ ഇംബാലൻസ്. 7 നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന കുഞ്ഞു കാര്യങ്ങളിലെടുക്കുന്ന സ്ട്രെസ്സുകൾ. എങ്ങനെയാണ് അമിതഭാരവും PCODയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അമിതഭാരം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. അതിൻ്റെ ഫലമായി ശരീരം ഇൻസുലിൻ ഉപയോഗിക്കപ്പെടാതെ പോവുകയും ഇൻസുലിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലം നമ്മുടെ ശരീരത്തിലെ ഓവറീസ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മെൻസസ് ഇറഗുലർ ആവുന്നു. ചിലർക്ക് ഒരു വർഷം 5-6 പ്രാവശ്യം മാത്രമേ മെൻസസ് വരികയുള്ളൂ. ചിലർക്ക് മെൻസസ് വന്നാൽ നിൽക്കാതെ വരുന്നു. ചിലർക്ക് അതിൻ്റെ ഫലമായിട്ട് ഭയങ്കര വയറുവേദന ഉണ്ടാവുന്നു. അതുകൊണ്ട് അമിതവണ്ണം കുറച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനും സാധിക്കുകയുള്ളൂ. അമിതവണ്ണം ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം കൂടുകയും അതിൻ്റെ ഫലമായി മെൻസസ് ഇറഗുലാരിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അമിതവണ്ണത്തിനുള്ള പ്രധാന കാരണം എന്താണ്? നമ്മുടെ ഭക്ഷണത്തിൽ വന്ന വ്യതിയാനങ്ങളാണ്. ഭക്ഷണശീലത്തിൽ നമ്മൾ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങൾക്കും ബേക്കറിയിലെ സിന്തറ്റിക് ഭക്ഷണങ്ങൾക്കും പെപ്സി, കൊക്കക്കോള പോലെയുള്ള സിന്തറ്റിക്
ബിവറേജസിനുമാണ്. എന്നാൽ ഇതിനനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഭാരം കൂടുകയും ആ ഭാരം നമ്മുടെ ശരീരത്തിന് ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് നയിക്കുകയും ചെയ്യുന്നു. ഇനി പ്രധാനമായും എന്തൊക്കെയാണ് PCODയുടെ സിംറ്റംസ് എന്ന് നമുക്ക് നോക്കാം. 1. മെൻസസ് വരാതിരിക്കുക. 2. മെൻസസ് വന്നാൽ നിൽക്കാതിരിക്കുക. 3. വെയിറ്റ് കൂടുക. 4. നമ്മുടെ മുഖക്കുരു. 5. അമിതമായ രോമവളർച്ച. 6. കഴുത്തിലും കഷത്തിലും കാണുന്ന അമിതമായ കറുപ്പ് കളറ്. ഇതെല്ലാം അവസാനം വന്ധ്യതയിലോട്ടാണ് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അന്താരാഷ്ട്ര വിദഗ്ധ സമിതിയുടെ അഭിപ്രായ പ്രകാരം PCOD ഇപ്പോൾ അറിയപ്പെടുന്നത് PMOS എന്നാണ്. ഈ പേരുമാറ്റത്തിന് പിറകിൽ ഈ രോഗത്തിലെ യഥാർത്ഥ വസ്തുതകളെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുവാനാണ്. ഇത് ഓവറിയെ മാത്രമല്ല ഹോർമോണുകളെയും മെറ്റബോളിസത്തെയും ബാധിക്കുന്ന ഒരു രോഗമാണ് എന്നുള്ളത് കൊണ്ടാണ് PMOS എന്ന് പുനർനാമകരണം ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രായമാവുമ്പോൾ PCOD ഉള്ള ആളുകൾക്ക് ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷന്, കൊളസ്ട്രോൾ എന്നിങ്ങനെയുള്ള പല രോഗങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് PCOD നമ്മൾ എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അടുത്തതായി PCOD എങ്ങനെ നമുക്ക് ചികിത്സിച്ച് മാറ്റാം എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ വെയിറ്റ് ഇപ്പോഴുള്ളതിനേക്കാളും 5 മുതൽ 10% വരെ കുറയ്ക്കണം. എന്ന് വെച്ചാൽ 70 കിലോ വെയിറ്റുള്ള ഒരു കുട്ടിയാണെങ്കിൽ മിനിമം 63 കിലോ എങ്കിലും ആവണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് മാത്രം പോരാ, നമ്മൾ ഒരു വശത്തുകൂടി ഭക്ഷണം കഴിക്കുകയും ഒരു വശത്തുകൂടി എക്സസൈസ് ചെയ്യുകയും ചെയ്താൽ ഒരിക്കലും വെയിറ്റ് കുറയില്ല. എക്സസൈസ് ചെയ്യുന്നതോടുകൂടി സമീകൃത ആഹാരത്തിലോട്ട് നമ്മുടെ ഭക്ഷണ രീതി മാറ്റണം. അതിനായി അന്നജം കുറവുള്ള ഭക്ഷണങ്ങളും കൊഴുപ്പ് കുറവുള്ള ഭക്ഷണങ്ങളും കഴിക്കുകയും പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുക. പിന്നെ ബേക്കറി പലഹാരങ്ങൾ അമിതമായി കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക. ബേക്കറിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ പോലും കൊഴുക്കട്ടയോ അടയോ അങ്ങനെ ആവിയിൽ വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായി കൊടുക്കുക. കുട്ടികളെ എല്ലാ ദിവസവും 20 തൊട്ട് 30 മിനിറ്റ് വരെ പുറത്ത് കളിക്കുവാനായി, ശരീരം അനങ്ങി കളിക്കുവാനായി അനുവദിക്കുക. നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങണം. മിനിമം 7 മണിക്കൂർ, മാക്സിമം 9 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം. പിന്നെ സ്ട്രെസ്സ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അതിനായിട്ട് യോഗയോ മെഡിറ്റേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിനെ പോസിറ്റീവ് ആക്കുന്ന എന്തെങ്കിലും എക്സസൈസുകളിലും ശീലങ്ങളിലും നമ്മൾ ഏർപ്പെടേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ ഹോർമോൺ വ്യതിയാനത്തിന് വേണ്ടി മരുന്നുകളും കൂടി കഴിക്കുക. ഈ എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നാൽ നമുക്ക് PCODനെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ ഈ ഒവേറിയൻ സിസ്റ്റം PCODയും ഒന്നല്ല എന്നുള്ളത്. അതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ ഏതെങ്കിലും മെഡിക്കൽ ടേം കാണുമ്പോൾ ഗൂഗിളിലോ ChatGPTയിലോ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥമായിരിക്കില്ല നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇത് കാണിച്ച് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തെന്നും സത്യാവസ്ഥ എന്തെന്നും മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ നമുക്ക് മാനസികമായി ടെൻഷൻ അടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.